അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെന്താ വെച്ചാൽ നമുക്ക് ആ ഒരു മാസത്തേക്ക് വേണ്ട പർച്ചേസ് കാര്യങ്ങൾ പിന്നെ വീട്ടിലെ മറ്റു വിശേഷങ്ങൾ എല്ലാം കൂടി ചേർത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. ഇന്നിപ്പോ ചക്ക കൂട്ടാനാണ്. ഇപ്പൊ എന്താ വെച്ചാല് ഏകദേശം ഇപ്പൊ കഴിഞ്ഞു തുടങ്ങി ചക്ക. എന്നാലും ഇത് പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് തന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളേതായാലും കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു പകുതി ചക്ക. ഇത് പിന്നെ നമ്മൾ സാധാരണ ഇവിടെ ഉള്ള ചക്കയല്ല, ഇത് വേറെ ഇതാണ്, ചെറിയ ചോളയാണ്. നമ്മളത് കുറച്ച് വലിയ ചോളയാണ്, കുറച്ച് കട്ടിയുള്ള ചോളയാണ്. ഇത് ചെറിയ ചോള. അപ്പോ ഇന്ന് പ്രധാനമായിട്ട് തന്നെയാണ് ഈ ചക്ക കൂട്ടാൻ. പപ്പടം കാച്ചിയതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇന്ന്. ഇതിങ്ങനെ ഏറെക്കുറെ ചെനച്ചു, ഇതിങ്ങനെ കുറച്ച് പഴുപ്പ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. ഒരു ചെറിയ മധുരം, പഴുത്തിട്ടില്ല, പഴുപ്പ് ഇങ്ങനെ വരുന്ന. നമ്മള് പറയാ ചെനച്ചു എന്ന് പറഞ്ഞ പോലെ അവര് പഴുത്തിങ്ങനെ വരുന്നുള്ളൂ, പഴുപ്പ് തുടങ്ങാൻ. അത് കറി വെച്ചാൽ നല്ല രസമുണ്ടാവും. ശരിക്കും ഒരു ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള ചക്ക തേങ്ങ അരച്ച് കറി വെച്ചാൽ, അതായത് നമ്മൾ ചക്ക കൂട്ടാണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കഷ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പഴുക്കാൻ. അതായത് നാളേക്കൊക്കെ എന്തായാലും പഴുക്കും. പഴുത്തിട്ട് നമ്മളെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡിയായി. നമുക്ക് ഇനിയിപ്പോൾ വെച്ചാൽ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഏതൊക്കെ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നോക്കട്ടെ. ഓരോന്നിലും ഒക്കെ കഴിഞ്ഞു തുടങ്ങി. അതൊക്കെ നോക്കിയിട്ട് വേണം എഴുതി പോവാൻ. ഇതാ പാൽപ്പൊടി, ചായപ്പൊടി പറ്റ കഴിഞ്ഞു. പിന്നെ ഇതിലാണ് ഇട്ട് വെക്കൽ ഞങ്ങൾ. അതായത് നമ്മൾ ഓരോ മാസം വാങ്ങുമ്പോൾ അതിൽ ആ സമയത്ത് കുറച്ച് എന്തെങ്കിലും ബാക്കിയുള്ളതോ അങ്ങനെയൊക്കെ വരുന്നത്, അത് ഇതിലാണ്. കഴിഞ്ഞ മാസം വാങ്ങിയ മുളകും മല്ലിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ കടല അതുണ്ട്. നേരെ ഇപ്പോൾ 10 മണി ആവാനായി. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ ജൂൺ മാസം കടന്നല്ലോ. അപ്പോൾ ജൂൺ മാസത്തിൽ ഞങ്ങൾ പിന്നെ ആദ്യം തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കല്. അതായത് പലചരക്ക് സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറയും ഉപ്പ് തൊട്ട് ഇറപ്പൂരം വരെ. അപ്പോൾ ഇനിയിപ്പോൾ അത് എഴുതുകയാണ്. കാരണം ഇപ്പോൾ എഴുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വാങ്ങിക്കൊണ്ടിരാൻ. നമ്മളെ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ: മല്ലി, മുളക്, കടല, മുതിര, അത് മാത്രമുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് വാങ്ങാം. മുളക് പൊടി മേടിക്കണം. പൊടി മേടിക്കല്ലേ? മുളക് പൊടി മേടിക്കണം. മറ്റേ വെയിൽ നല്ലപ്പോഴൊക്കെ പൊടി വെയിലാക്കി അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മുളകും മല്ലിയും അത് ഉണക്കി വെച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ മഴ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങാനും ഒക്കെ പ്രയാസമാണ്. അപ്പോൾ ഏതായാലും പാക്കറ്റ് വാങ്ങണം ഈ ഒരു മാസത്തേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ വെയിൽ കിട്ടുമ്പോൾ അങ്ങോട്ട് ഉണക്കിയിട്ട് പിന്നെ അത് പൊടിച്ചാൽ മതിയല്ലോ. പറഞ്ഞോളി. അരി ഒരു 5 വാങ്ങല്ലേ? 5. പിന്നെ പഞ്ചസാര
ചായപ്പൊടി, പിന്നെ പാൽപ്പൊടി. ഓട്സ്, ചെറുപയർ, ഗ്രീൻ പീസ്, എണ്ണ, സോപ്പ്, അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ടതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അരി, പഞ്ചസാര, ചായപ്പൊടി, പാൽപ്പൊടി, ഓട്സ്, ഗ്രീൻ പീസ്, എണ്ണ, സോപ്പ്, ഉഴുന്ന്, ചിക്കൻ മസാല, മുളക് പൊടി, അങ്ങനെ വേണ്ടതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ മുമ്പ്, ഇനിയിപ്പോൾ കുറച്ചുകൂടി സമയമുണ്ട്, ഉണഴിച്ചിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് വല്ലതും ഉണ്ടെങ്കിലൊക്കെ എഴുതും ചെയ്യാം. ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ പൂച്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും ഊണ് കഴിക്കാനുള്ള സമയമായി. പിന്നെ ഇന്നലത്തെ മോര് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് എടുത്തു വെച്ചാണ്. മോര് കറി ആകുമ്പോൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് അതെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പം ഇന്ന് ചക്കക്കൂട്ടാൻ, പപ്പടം കാച്ചിയതും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ചക്ക കൂട്ടാൻ, ഇത് നല്ല ചക്ക തന്നെയാണ്. ഒരു ഇളം മധുരമുണ്ട്. അവർ കറിക്കുണ്ടത്, പക്ഷെ നല്ല രസമുണ്ട്. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തി. അരി നമ്മൾ 5 കിലോ, ഇത് നല്ല മട്ടരിയാണ്, അത്യാവശ്യം തവിടുള്ള മട്ടരിയാണ് അത്. അപ്പോൾ അത് ഇവിടേക്കൊണ്ട് വയ്ക്കാം. അടുത്ത് നമ്മൾ ഈ ഒരു കവറിൽ, ഇത് ഇങ്ങനെ ഒരു ചെറിയ കവറുണ്ട്, പിന്നെ ഒന്ന് ഈ ഒരു കവറാണ്. അപ്പോൾ നമുക്ക് ഈ കവറിൽ നോക്കാം. ഒന്ന് നമുക്ക് എള്ളെണ്ണ, നമ്മൾ നല്ല എണ്ണ RG. അപ്പോൾ ഇത് അമ്മതേക്കിനും മിക്കൊക്കെ ആയിട്ടുള്ള നമ്മളെ മെഡിമിക്സ് ബൈ 3 get 1 free, ഇതാണ്. ഈ ഒരു സോപ്പ് വാങ്ങി. പിന്നെ ഇതിൽ ചന്ദനത്തിരി, ഓക്കെ, ഇതാണ് നമ്മളെ ചന്ദനത്തിരി, മായ സുപ്രീം. പിന്നെ ഇൻ്റെ വേസ്റ്റ്, ഡാബർ റെഡ്, ഇതാണ് ഇൻ്റെ വേസ്റ്റ്. ഗ്രീൻ ടീ, നമ്മളെ ലിപ്റ്റൺ ഗ്രീൻ ടീ ആണിത്, അത്. പിന്നെ എൻ്റെ പതിവ് ബ്രഷാണിത്, ഇത് കണ്ടോ, കോൾഗേറ്റിൻ്റെ 6 ആഗ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്നത്, എത്രയോ കാലം. ഇത് ഇറങ്ങിയതിൻ്റെ ശേഷം ഇത് തന്നെ തേക്കല്, പിന്നെ മാറ്റിയിട്ടില്ല. ഇതാണല്ലേ, നല്ല ബ്രഷാണ്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ്, ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ, ഒന്നിച്ച് വാങ്ങുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബേക്കറിയൊക്കെ വാങ്ങലുണ്ട്. ഇത് ഇപ്പോൾ കൂടുതൽ ബിസ്ക്കറ്റ് വാങ്ങലുള്ളൂ. കിട്ടാനിൻ്റെ നമ്മൾ ആരോ റൂട്ട്. പിന്നെ ഇപ്പോൾ ഇതാണ് ചെറീസാണ്, നമ്മൾ
കഴിക്കുന്ന ആ ചെറീസ് ഈ ഒരു കവറിലുണ്ടെന്ന് വാങ്ങിയെന്ന് കണ്ടോ. ഇത്രയും സാധനങ്ങൾ അത്ര. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു കവറിലുള്ളത് ഞാൻ നോക്കാം. പിന്നെ തക്കാളി ഒക്കെ അങ്ങനെ 2 പച്ചക്കറി മാത്രം അവിടെ വെക്കട്ടെ, അതാണ് മാറ്റിക്കാം. പിന്നെ പച്ചമുളക് ഇത് ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഇതാ പഞ്ചസാര 1 കിലോ. പിന്നെ ഈത്തപ്പഴം, അവല്. പിന്നെ ഇപ്പം നമ്മൾ ഇതാ മുളക് പൊടി, പിന്നെ ചെറുപയർ, പിന്നെ ഇതാ ചായപ്പൊടി, പിന്നെ ഇതാ നമ്മൾ സാധാരണ നിലക്കടല. ഇത് പച്ച നിലക്കടലയാണ്. പിന്നെ ഞാൻ വറക്കലാണ്, ഉപ്പൊന്നും ഇടാതെ വറക്കും. പിന്നെ ഇതാ വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി, പിന്നെ നമ്മളെ ചിക്കൻ മസാല, ഉണക്കമുന്തിരി, ഓരോ വാൽനട്ട്, ഇതൊക്കെ എനിക്കുള്ളത്. മിൽമ പാൽപ്പൊടി, ഇത് അരേൻ്റെ പാൽപ്പൊടിയാണ്. ഇത് അതും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതാണ് ഇതെനിക്കുള്ളത്. ഹോർലിക്സ്, മത്തൻകുരു, നമ്മൾ പംകിൻ സീഡ്, ബദാം കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ആവശ്യത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഉലുവ, റവ, ഉഴുന്ന്, നമുക്ക് ഓട്സ്, സഫോള ഓട്സ്. അപ്പോൾ അതുമായി അതിൻ്റെ കൂടെ ഉള്ളതാണിത്, കിട്ടുന്നതാണ്. ഉണ്ട്, ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആണിത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെക്കണം, ഓരോ ഇതിലേക്ക് ആക്കി വെക്കാനുള്ളതാണ്. കഴിഞ്ഞ മാസം വാങ്ങിയത് ബാക്കിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ബക്കറ്റിൽ ഇട്ടത്, അതായത് ഇപ്പോൾ പുതിയത് വാങ്ങിയത്, പിന്നെ അതിന് എടുത്തിട്ട് നേരെ അങ്ങനെ പാത്രത്തേക്ക് ഇട്ടാൽ മതി. പഴയതൊക്കെ എടുത്ത് തീരട്ടെ. പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം നമ്മൾ കാപ്പി കുടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ, അതായത് ഞങ്ങൾക്ക് 3 മണിയാണ് സമയം. അപ്പോൾ ഉള്ളിവട, പിന്നെ ഒരു പാൽ കേക്ക്, അതൊക്കെയാണ് വാങ്ങിയത്. അമ്മയ്ക്ക് ഉള്ളിവട, അമ്മയ്ക്ക് നെയ്വടയൊന്നും അങ്ങനെ ഇങ്ങനത്തെ പലഹാരം ഇഷ്ടമല്ല. ഇതുപോലത്തെ പലഹാരം ഇഷ്ടം, നാടൻ പലഹാരങ്ങൾ. നെയ്വടയും നാടൻ തന്നെയാണ്, പക്ഷേ എനിക്കിതാ നമ്മളെ ഇത് പാൽ കേക്ക് എന്ന് പറയും. നെയ്വട, പാൽ കേക്കൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ്, മറ്റത് റൗണ്ടാണ്, അത്രേ ഉള്ളൂ. നല്ല ഇഷ്ടപ്പെട്ട സംഗതിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നമ്മൾ പറയാ ഇങ്ങനെയുള്ള പലഹാരങ്ങളിൽ, ചെറു പലഹാരങ്ങളിൽ ഇതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ആ റൗണ്ട് വരികയാണെങ്കിൽ നെയ്വട, അതുപോലെ നല്ല മധുരമാണ്. ഒന്നിച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങണ സമയത്ത് ഇത് അമ്മയ്ക്ക് പറ്റുന്ന ഏകദേശം അത് ഉണ്ടാവും. ഇതൊരു പതിവാണ്, ഈ ഒരു മധുരമുള്ള നെയ്വട അല്ലെങ്കിൽ പാൽ കേക്കോ വാങ്ങല്. കാലങ്ങളായി, ഒരുപാട് കാലമായി, എല്ലാ മാസവും ആ സമയത്ത് തന്നെ വാങ്ങല്. അങ്ങനെ ഇത് അല്ലാത്തപ്പോൾ വാങ്ങും, പക്ഷെ ഈ ഒരു ഒന്നിച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ സമയത്ത്
ഇപ്പോൾ ഒരു കഷ്ണം പൂച്ചക്കുണ്ട്, അവിടെ പുറത്തുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ പിന്നെ ക്രീം. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒന്നുകിൽ ആരോട്ട് അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.